ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റ് മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ പോണത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ആൻഡ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ. അപ്പോൾ ലിയോ, നമ്മൾക്ക് നിങ്ങളുടെ മന്ത്ലി ഓഗസ്റ്റ് റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാവാൻ പോണത്, അതാണ് നമ്മൾ നോക്കാൻ പോണേ. ഇതിൽ കരിയർ ആൻഡ് ലവ് രണ്ടും ഇൻക്ലൂഡഡ് ആവും. അപ്പോൾ എന്താ മെസ്സേജ് വരണമെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ നിങ്ങളോട് പറയാം. എന്താണ്, ഏത് ഏരിയ ഓഫ് ലൈഫിലാണ്, കരിയർ ആണോ, റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണോ, എന്താണെന്ന് നമ്മൾക്ക് ഇവിടെ നോക്കാം. നിങ്ങളുടെ ഔട്ട്കം ഞാൻ ഇങ്ങനെ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ വെക്കാം. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി ഹാങ്ഡ് മാൻ ആണ്. ഇതൊരു സ്റ്റാഗ്നേഷൻ്റെ എനർജിയാണ്, ആക്ച്വലി ഒരു പോസിൻ്റെ എനർജിയാണ്. പക്ഷെ നിങ്ങൾ ഈ സ്റ്റാഗ്നേഷന് പുറത്താണ് പറയണത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഉണ്ട്. ഇവിടെ ഒരു പേഴ്സൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ സിറ്റുവേഷനെ ഒരു വേറെ പെർസ്പെക്റ്റീവിന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ തൽക്കാലം ഒരു സ്റ്റാൻഡ് സ്റ്റില്ലാണ്, ഒരു മൂവ്മെൻ്റ് ഇല്ല. മൂവ്മെൻ്റ് ഉണ്ടാച്ചാലും നിങ്ങൾക്ക് ഒരു സ്റ്റക്ക് മാതിരി ഒരു ഫീലിംഗ്, ബ്ലോക്കേജ് മാതിരി ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ഉണ്ട്. ഈ സിറ്റുവേഷനെ ഒരു വേറെ പെർസ്പെക്റ്റീവിന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച്, ഒരു വേറെ ഒരു ഐഡിയ കിട്ടും. മേ ബി ഫ്രണ്ട്സ് ആയിരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക നിങ്ങൾക്ക് ഈ പെർസ്പെക്റ്റീവ് ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾക്ക് നോക്കാം ഈ ഹാങ്ഡ് മാൻ എന്താണ് ഇവിടെ. 6 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഏതോ നിങ്ങളുടെ സിറ്റുവേഷൻ ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ ആണ്. ഇത് ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണ് വെച്ചാൽ മേ ബി നിങ്ങൾക്ക് ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇടുന്നുണ്ട്, മറ്റേ പേഴ്സൺ അത്ര എഫേർട്ട് ഇടുന്നില്ല എന്നൊരു ഫീലിംഗ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആണ് വെച്ചാൽ മേ ബി നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്. എവിടെയോ നിങ്ങൾക്ക് അത്ര എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് അത്ര പൈസ ഇല്ല എന്ന് ഒരു ഫീലിംഗ്, ആൻഡ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരോടോ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. മേ ബി ഒരു ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഒരു ഫയർ സൈൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ഉണ്ടാവുക, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഓർ ഇത് നിങ്ങളുടെ എനർജി ആയിരിക്കാം. നിങ്ങൾക്ക് എന്തോ ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് എന്തോ ഒരു പ്ലാൻ ഉണ്ട്, നിങ്ങൾക്ക് എന്തോ ഒരു ഗോൾസ് ഉണ്ട്. പക്ഷേ ഈ തൽക്കാലം നിങ്ങൾക്ക് ഒരു വേറെ പെർസ്പെക്റ്റീവ് കിട്ടിയാലേ ഇത് മൂവ് ചെയ്യുള്ളൂ, ഫോർവേഡ് മൂവ് ചെയ്യുള്ളൂ, നിങ്ങളുടെ പ്ലാൻസും ഗോൾസൊക്കെ സക്സസ്ഫുൾ ആവുള്ളൂ. അഗൈൻ ഇതൊരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ മേ ബി നിങ്ങൾ ഒരു പേഴ്സണ് കുറേ നിങ്ങളുടെ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ അവിടുന്ന് അത്ര റെസിപ്രോക്കേഷൻ ഇല്ല. അങ്ങനെ ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. ക്വീൻ ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. ഇത് ക്യാൻസർ എനർജിയാണ്. ക്വീൻ ഓഫ് കപ്സ് ഒരു കുറേ ഇമോഷണൽ പേഴ്സൻ്റെ എനർജിയാണ്. വാട്ടർ സൈൻ, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ, പക്ഷേ മോസ്റ്റ്ലി ക്യാൻസർ. ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ നടക്കുന്നുണ്ടാവും. പക്ഷേ ഇത് തൽക്കാലം ഒരു വെരി ടോക്സിക് സിറ്റുവേഷൻ ആണ്. ഇതൊരു പാസ്റ്റ് എനർജി കൂടിയാണ്. അപ്പോൾ മേ ബി ഇത് നിങ്ങളുടെ പാസ്റ്റിൻ്റെ കാര്യമായിരിക്കാം. ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ എന്തോ ഒരു ഫോർവേഡ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഇല്ല വെച്ചാൽ നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ. പക്ഷേ ഈ സിറ്റുവേഷൻ കുറേ ടോക്സിക് ആയിരുന്നു. ഈ സിറ്റുവേഷൻ എന്തുകൊണ്ടായിരുന്നു ഇത്ര ടോക്സിക് ആയി കാണുന്നത് എന്നുവെച്ചാൽ ഇവിടെ മേ ബി ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല. ഫുൾ ഒരു ഏരീസ് എനർജിയാണ്, പക്ഷെ ഒരു കെയർ ഫ്രീ ടൈപ്പ് ഹിപ്പി പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല, അതാണ് ഞാൻ കാണുന്നത്. ആൻഡ് അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് കുറേ ടോക്സിക് ആയിപ്പോയി. ഇപ്പോൾ കറണ്ട് എനർജിയിൽ 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ എനർജി വിഡ്രോ ചെയ്തിരിക്കണു. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ ഇല്ല എന്നൊരു ഫീലിംഗ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പ്ലസ് ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ നിങ്ങൾക്ക് ഈക്വൽ എഫേർട്ട് ഇടുണ്ടായില്ല. ഇവിടെ മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ടായിരിക്കാം. അതിൻ്റെ ഒരു മേ ബി നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവും, അത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട്. പേജ് ഓഫ് കപ്സ്. മേ ബി ഈ പേഴ്സൺ തന്നെ തിരിച്ച്
നിങ്ങളുടെ ലൈഫിലായിരിക്കും വരുന്നുണ്ടാവുക, ഒരു പുതിയ ഓഫർ റിലേറ്റഡ് ഒരു അപ്പോളജി കൊണ്ടുവന്ന്. അതല്ലാച്ചാൽ ഇവിടെ ഒരു പുതിയ പേഴ്സൺ ആയിരിക്കാം. പക്ഷെ ഇത് കുറേ ഒരു റൊമാൻറ്റിക് ഓഫറാണ്. ഫ്യൂച്ചറിൽ ഞാൻ ഹീലിംഗ് ആണ് കാണുന്നത്, സ്റ്റാർ. അപ്പോൾ നിങ്ങൾ എന്തോ ഹീലാണ് ചെയ്യണത് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. പക്ഷേ ഇവിടെ ഹീലിംഗ് കൂടിയുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ മാതിരി ഒരു പാസ്റ്റ് എനർജി ആയിരിക്കാം നിങ്ങൾ ഹീൽ ഉണ്ടാവുക. 2 of Swords, നിങ്ങൾ ഒരു ക്രോസ് റോഡ്സിലാണ്. മുമ്പോട്ട് പോകണോ ഓർ ഈ കറണ്ട് റിലേഷൻഷിപ്പിൽ തന്നെ ട്രൈ ചെയ്യണോ, ഇതിനെ വർക്കൗട്ട് ചെയ്യാൻ നോക്കണോ, അതാണ് നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഫ്യൂച്ചറിൽ ആ ചോയ്സ് വരാൻ പോണത്. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് കേൾക്കാനാണ് പറയണത്. അങ്ങനത്തെ ഒരു സംശയം എന്നുവെച്ചാൽ എവിടെയോ നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാക്കാണ്ട് ഫ്യൂച്ചറിൽ. ആൻഡ് യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് കേൾക്കാനാണ് പറയണത്. ഇവിടെ പൈസീസ് ആൻഡ് അക്വേരിയസ് എനർജി കാണാണ്ട്. ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഒരു എൻഡിങ് തന്നെ ഒരു പുതിയ ബിഗിനിങ് ആണ്. എന്തോ നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി എൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റ് എന്തുകൊണ്ടാണ് ചാലഞ്ച്? നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല ഈ സമയത്ത്, ഓർ മേ ബി നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായിട്ടും നിങ്ങൾ മുമ്പോട്ട് പോകാൻ റെഡിയല്ല. നിങ്ങൾ എവിടെയോ നിങ്ങളുടെ ഫോർവേഡ് മൂവ്മെൻറ്റ് ബ്ലോക്കാണ് ചെയ്യണത്. എന്ന് വെച്ചാൽ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചൊരു വിഷമം ഉണ്ടാവും. അതിങ്ങനെ ഒരു എൻഡിങ് ഉണ്ടായി. ഇപ്പോൾ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് യൂണിവേഴ്സ് കൊണ്ടുപോകുന്നത്. 9 of Swords ഉണ്ട് ഇവിടെ. കുറേ സ്ട്രെസ്സും ആങ്സൈറ്റിയാണ് കാണുന്നത്. അപ്പോൾ കുറേ ഓവർ തിങ്കിങ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ ഇത് ഡെസ്റ്റിൻഡ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ ഉണ്ടാവണത് ഉണ്ടാവും, അതിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഡെസ്റ്റിൻഡ് ഇവൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ലവേഴ്സ് അഡ്വൈസ് ആയിട്ടാണ് ഇവിടെ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ സോൾമേറ്റ് ഞാൻ കാണുന്നുണ്ട്. ജെമിനി എനർജി, ലവേഴ്സ്. നൈറ്റ് ഓഫ് വോൺസ്, നിങ്ങൾ വെരി സൂൺ ഒരു ന്യൂ പേഴ്സണെ മീറ്റ് ചെയ്യും. മേ ബി നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓർ എൽസ് നിങ്ങൾ മേ ബി ആദ്യം ഡേറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെച്ചാൽ അങ്ങനത്തെ ഒരു ചാൻസ്, ബൈ ചാൻസ് ആണ് ഈ പേഴ്സണെ മീറ്റ് ചെയ്യണത്. ശരിയായ സമയത്ത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരും. ശരിയായ സമയത്ത് നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്യും. കിങ് ഓഫ് സ്വോർഡ്സ് ഇവിടെ അക്വേരിയസ് എനർജിയാണ് ഹിഡൻ ഫാക്ടറിൽ. നിങ്ങളോട് യൂണിവേഴ്സ് ഈ സമയത്ത് കുറേ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ എനർജി തന്നെയാണ്, ലിയോ എനർജി. ഈ സമയത്ത് നിങ്ങൾക്ക് ലോജിക്കാണ് യൂസ് ചെയ്യേണ്ടത്. കുറേ പ്രാക്ടിക്കൽ ഡിസിഷൻസ് എടുക്കാണ്ട് നിങ്ങൾക്ക്. പക്ഷെ ആ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്യണം. ബോൾഡായി ഡിസിഷൻസ് എടുക്കാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത്. അതാണ് ഹിഡൻ ഫാക്ടർ. ഏതോ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് വാക്ക് അവേ ആണ് ചെയ്യണത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി കുറേ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻ ഉണ്ടായിട്ടും കുറച്ച് സമയം ആയിരിക്കണു. ആൻഡ് നിങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് ടയേർഡായിട്ട് വാക്ക് അവേ ആണ് ചെയ്യണത്. നിങ്ങൾക്ക് എന്താ ആ സിറ്റുവേഷനിൽ ലെസൺസ് ഗ്യാദർ ചെയ്യാൻ പറ്റുന്നുണ്ടായെന്ന് വെച്ചാൽ അതൊക്കെ ഗ്യാദർ ചെയ്തിട്ട് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് മുമ്പോട്ട് പോകാനാണ് പറയണത്. ഇതാണ് നിങ്ങളുടെ ഔട്ട്കം. ഇപ്പോൾ നിങ്ങളുടെ ഔട്ട്കം നമ്മൾക്ക് റിവീൽ ചെയ്ത് നോക്കാം. എന്താണ് നിങ്ങളുടെ ഓഗസ്റ്റ് മാസത്തിൻ്റെ ഔട്ട്കം? ഹെർമിറ്റ്, ഇത് വെർഗോ എനർജിയാണ്. ഇത് കുറച്ചൊരു ഐസൊലേറ്റഡ് ആവണ എനർജിയാണ്. മേ ബി ഓഗസ്റ്റ് മാസത്തിൽ ഇത്രയൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ കുറച്ചൊരു ഐസൊലേറ്റഡ് എനർജിയിലാണ് പ്രിഫർ ചെയ്യണത്. അത്ര ഫ്രണ്ട്സും ഫാമിലിയുടെ കൂടെ അത്ര ഇൻട്രാക്ഷൻ നിങ്ങൾ പ്രിഫർ ചെയ്യില്ല. നിങ്ങൾ എന്തോ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഏതോ കാര്യത്തിൽ. മേ ബി നിങ്ങൾ കുറച്ചുകൂടിയും ഒരു നിങ്ങളുടെ ലൈഫ് ലെസൺസിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ ഹെർമിറ്റ് കുറേ ഒരു വിസ്ഡംഡ് എനർജിയാണ്. നിങ്ങൾ കുറേ ലെസൺസ് ലേൺ ചെയ്തിരിക്കണു. ആൻഡ് ഇത് സ്പിരിച്വാലിറ്റിയുടെ എനർജിയും കൂടിയാണ്. കിങ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. നിങ്ങൾ ആരോ മിസ് ചെയ്യുന്നുണ്ട്, അത് ഞാനിവിടെ കാണുന്നുണ്ട്. ഇതൊരു ഡിവൈൻ പാർട്ട്ണർഷിപ്പ് ആയിരുന്നു നിങ്ങൾ കാണുന്നുണ്ടായിരുന്ന ഈ സിറ്റുവേഷനെ. പക്ഷേ എവിടെയോ നിങ്ങളുടെ എനർജിയും സ്റ്റേബിൾ അല്ല ഓഗസ്റ്റ് മാസത്തിൽ. എന്ന് വെച്ചാൽ നിങ്ങൾ ചില സമയത്ത് ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടാവും, പിന്നെ ചില സമയത്ത് നിങ്ങൾ ഓക്കെ ആയിരിക്കും. അപ്പോൾ ആ എനർജി ഇംബാലൻസ് ഉണ്ട്. ഇവിടെ ഹീലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കാര്യത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്, ഹീൽ ചെയ്യാനാണ് ഫോക്കസ് ചെയ്യണത്. ഈ
എനർജി ഈ സിറ്റുവേഷനിൽ എങ്ങനെ നിങ്ങൾക്ക് ലെസൺസ് ലേൺ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അതിലാണ് നിങ്ങളുടെ ഫോക്കസ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഓഗസ്റ്റ് കുറച്ചൊരു ഹീലിംഗ് ഫോക്കസ്ഡ് എനർജി ആയിട്ടാണ്. എന്തോ ഒരു കാര്യം, എന്തോ ഒരു സിറ്റുവേഷൻ വർക്ക്ഔട്ട് ചെയ്തില്ല, പക്ഷേ ലിയോ നിങ്ങളുടെ ഫ്യൂച്ചർ കുറേ ബ്രൈറ്റ് ആണ്. ഇത് ഓഗസ്റ്റ് ഒരു മാസത്തിൻ്റെ റീഡിംഗ് അല്ലു. അപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് റീഡിങ് ചെയ്യുമ്പോൾ കുറച്ചുകൂടിയും ക്ലാരിറ്റി കിട്ടും എങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോകാന്ന്. പക്ഷേ ഈ സമയം യൂസ് ചെയ്തിട്ട് ഹീൽ ചെയ്യുക എന്ന് വെച്ചാൽ നെക്സ്റ്റ് റീഡിങ് ആകുമ്പോഴേക്കും മേ ബി നിങ്ങൾക്ക് കുറച്ചുകൂടിയും ഒരു പോസിറ്റീവ് എനർജി വരാൻ പോകുന്നുണ്ട്. എനിവേ നമ്മളിവിടെ ഒരു സോൾമേറ്റ് വരാൻ പോകുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് വേഗം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു റീഡിങ്ങിൽ ഒരു സോൾമേറ്റ് കണ്ട അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ഇത് വേഗം ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ, അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്. അപ്പോൾ ലിയോ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ പ്രൈവറ്റ് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. പക്ഷേ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ടേക്ക് കെയർ. ഓൾ ദ ബെസ്റ്റ്.